ഉണ്ടാക്കാൻ വരേണ്ട എന്നൊക്കെ പറയുന്നത് ഒരു ജനപ്രതിനിധിയാണ്. ജയിപ്പിച്ചു വിട്ട പാലക്കാട്ടുകാരൊക്കെ ഇത് കേൾക്കുന്നുണ്ടാകുമല്ലോ. ഉണ്ടാക്കാൻ വരേണ്ട എന്ന് പറയുന്നത് പാലക്കാട്ടുകാർ ഷാഫിക്ക് കൊടുത്തതിനേക്കാൾ ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ചു കിട്ട MLA ആണ് പറയുന്നത്. നീയാണോ? അതെ, ഞാനാണ്. അതും ആ സൗണ്ട് ബൈറ്റുകളൊക്കെ കേരളം മുഴുവൻ ഇപ്പോൾ എന്തായാലും കേട്ടുകഴിഞ്ഞു. അവനവന്റെ മാന്യത അവനവൻ പറയുന്ന വാചകങ്ങളിലൂടെയാണ് ആളുകളുടെ മുന്നിൽ തെളിയിക്കപ്പെടുന്നത്. അപ്പോൾ നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കാത്തു. ഇങ്ങനെയുള്ള വാചകങ്ങളാണ് പറയുന്നതെങ്കിൽ ഇത്രയും ഉത്തരവാദിത്തത്തോടെയാണോ ഇപ്പോൾ MLA ആയിട്ടുള്ളൂ? ഇനി നാളെ മന്ത്രിയാവുകയാണെങ്കിൽ എന്തായിരിക്കും ആളുകളോടുള്ള ഉദ്യോഗസ്ഥരോടുള്ള സമീപനം? കാരണം ഉദ്യോഗസ്ഥരെല്ലാം തങ്ങളുടെ അടിയാന്മാരാണ് എന്ന രീതിയിലൊക്കെ, അത് തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥന്മാരാണ്, അവർക്കും ഒരു റെസ്പെക്ട് കൊടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഉണ്ടാകില്ല. കാരണം അവരാരും ഒരു മോശം പദപ്രയോഗം പോലും നടത്തുന്നില്ല. മനസ്സിലായില്ല എന്ന അഭ്യാസം വേണ്ട. അതായത് ഞങ്ങളെ ഒന്നും തിരിച്ചറിയാത്ത ഒരാളും ഈ കേരളത്തിൽ വേണ്ട, എല്ലാ ഉദ്യോഗസ്ഥരും ഞങ്ങളെ അറിഞ്ഞിരിക്കണം എന്നൊക്കെയുള്ള ഒരു താൻ പോരുമയും ധിക്കാരവുമാണ് നമ്മൾ അവിടെ കാണുന്നത്. എനിക്കും തോന്നിയത് അത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വാചകത്തിലൂടെ തന്നെ നമ്മൾ കേട്ടതാണ്. PV അൻവറിനെ രാഖി രാമാനം, അതായത് OLX-ൽ സ്ഥാനാർത്ഥി ഉണ്ടോ എന്ന് ചോദിക്കുന്നു, M സ്വരാജിനെ ഇറക്കുന്നു. ഇത് ആദ്യത്തെ വിവാദമൊന്നുമില്ല ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാകുന്നു. രണ്ടാമത്തേത് PV അൻവറിന്റെ വീട്ടിൽ പാതിരാത്രി കയറി ചെല്ലുന്നു, ജൂനിയർ MLA എന്ന വിശേഷണം സ്വന്തം മുന്നണിയിൽ നിന്ന് തന്നെ കേൾക്കേണ്ടി വരുന്നു. അങ്ങനെ നാണം കെട്ടി നിൽക്കുന്ന ഒരാൾ അടുത്ത ഷോയുമായി ഇറങ്ങിയതാണ്. അതെന്തായാലും നനഞ്ഞ പടക്കമായി മാറി. ഇത് പാലക്കാട്ടെ പെട്ടി പോലെ നിലമ്പൂരിലും ഞങ്ങളുടെ പെട്ടി തുറന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു രക്തസാക്ഷി പരിവേഷത്തിന് വേണ്ടിയിട്ടൊക്കെ ഇറക്കിയ ഒരു നാടകമായിട്ടാണ് എനിക്കതിനെ തോന്നിയത്. അപ്പോൾ ആ ഒരു താൻ പോരുമ, ഞാൻ എന്തോ വലിയവനാണ്, ഞാൻ എല്ലാവർക്കും മുകളിലാണ്, ഞാൻ ആ ഭാവം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ വരുന്നത്. എന്തായാലും ഇത് ശരിയായില്ല. സർവീസിനുള്ള പാരിതോഷികം തരാം എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഭീഷണിയാണ്. വിരട്ടാനും വിലപേശാനും ഒക്കെയുള്ള സ്ഥലമല്ല കേരളം എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കും. വളരെ മോശമായി.